ഇത് ഏറ്റവും പുതിയ സാംസങ് ഗാലക്സി വാച്ച് 8 ക്ലാസിക്. ഇത് സർക്കിൾ ആണോ സ്ക്വയർ ആണോ എന്താണ് ഷേപ്പ് എന്നറിയാമെങ്കിൽ കമന്റിലൂടെ അറിയിക്കുക. ഒരു പ്രത്യേക പേരുണ്ട് ഇതിന്. കഴിഞ്ഞ കൊല്ലത്തെ വാച്ച് 7ന്റെ ബോക്സ് നല്ല നീളമുള്ള ബോക്സ് ആയിരുന്നു. ഇത് കുറച്ചുകൂടെ ചെറുതും കുറച്ചുകൂടെ പൊക്കം കൂടിയ ബോക്സാണ്. എൻ്റെ കയ്യിലുള്ള ഈ വാച്ച് 8 ക്ലാസിക് LTE വെർഷൻ ആണ്. 44 മില്ലിമീറ്ററിന്റെ 44 മില്ലിമീറ്റർ ആയതുകൊണ്ട് തന്നെ വാച്ചിന് അത്യാവശ്യം വലിപ്പമുണ്ട്. എന്നെ പോലെ വലിയ കൈയുള്ളവർക്ക് അത് അങ്ങനെ തോന്നില്ലെങ്കിലും ചെറിയ കൈയാണെങ്കിൽ കുറച്ച് വലിപ്പം തോന്നും. സൈഡിലുള്ള 2 ബട്ടൺസ് കൂടാതെ മൂന്നാമതായിട്ട് നടുവിൽ ഒരു ബട്ടണും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒരു ക്വിക്ക് ബട്ടൺ എന്നാണ് പറയുന്നത്. എന്തായാലും ക്ലാസിക് വാച്ചിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ ചുറ്റും കാണുന്ന റൊട്ടേറ്റിംഗ് ബെസലാണ്. യെസ്, നമ്മൾ ഇങ്ങനെ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും ആ ഒരു മെറ്റാലിക് സാധനം മുഴുവനായിട്ട് അങ്ങ് തിരിയുന്നുണ്ട്. ഞാൻ തിരിക്കുമ്പോൾ ചെറിയ ഒരു ടിക് 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 എന്ന് പറഞ്ഞ ശബ്ദവും കേൾക്കാം. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു പേര് നിങ്ങൾക്ക് കിട്ടിയോ? ഇതിന്റെ പേര് സാംസങ് പറയുന്നത് കുഷൻ ഡിസൈൻ എന്ന. മേ ബി ആ ഒരു വാച്ചിൻ്റെ ചുറ്റും ഒരു കുഷൻ കൊടുത്തേക്കണ പോലെ ഡിസൈൻ ആയിരിക്കും ഉദ്ദേശിച്ചേക്കണം. എന്തായാലും ഇത് വാച്ച് 8ലും വാച്ച് 8 ക്ലാസിക്കലും വാച്ച് 8 അൾട്രയിലും മൂന്നിലും ഈ ഒരു പുതിയ ഡിസൈനാണ് വരുന്നത്. ഈ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ അറിയിക്കുക. ഫോർ മീ ഒരു വ്യത്യസ്തമായ ഡിസൈനാണ്. ഇത് കൈ കെട്ടിയിട്ട് ഇത് കെട്ടിയപ്പോൾ തന്നെ നോക്കുന്നവർ ചോദിക്കുന്നുണ്ട്, ഇത് കൊള്ളാലോ, ഇത് ഏതാ വാച്ച്? ആ ഒരു വിചിത്രമായ ഷേപ്പ് കാണുമ്പോൾ തന്നെ ആൾക്കാരെ ഒന്ന് ആകർഷിക്കുന്നുണ്ട്. ഞാൻ ഈ ബ്ലാക്ക് സാധനം കണ്ടോ ബട്ടൻ്റെ സൈഡിലുള്ളത് എനിക്ക് ഇഷ്ടമായി. കാരണം നമ്മൾ ഈ പുഷപ്പ് ഒക്കെ എടുക്കുന്ന സമയത്തുണ്ടല്ലോ അത് ഈ ഒരു സാധനത്തമ്മേ കയറി കൊള്ളും. ഇത് കൊള്ളാതിരിക്കാൻ വേണ്ടി പ്രൊട്ടക്ട് ചെയ്യാൻ വെച്ചേക്കുന്നതാണ്. എന്നാൽ സ്ട്രാപ്സ് കണ്ടു കഴിഞ്ഞാൽ ലെതർ ഫിനിഷ് ആയിട്ട് തോന്നും. യെസ്, ഫിനിഷ് ലെതർ ആണെങ്കിലും ബാക്ക് സൈഡ് കണ്ടറിയാം ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സിലിക്കൺ സ്ട്രാപ്സ് ആണ്. അതുകൊണ്ട് തന്നെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് മഴയൊക്കെ നനയുന്ന സമയത്തൊക്കെ യാതൊരു പ്രശ്നവുമില്ല. ഭയങ്കര കംഫർട്ടബിൾ ആണ് കയ്യിൽ കെട്ടാനായിട്ട്. ആൻഡ് വാച്ചിന്റെ ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ സെൻസറൊക്കെ കാണാൻ പറ്റും. ലാസ്റ്റ് ഇയറിനെ കമ്പയർ ചെയ്യുമ്പോൾ ലാസ്റ്റ് ഇയർ ഇവിടെ ചുറ്റും സെറാമിക് അല്ലെങ്കിൽ ഒരു ഗ്ലോസി ഫിനിഷ് ആയിരുന്നു. ഇപ്രാവശ്യം അത് മാറ്റ് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ആൻഡ് നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ്. ഇതിന് മിലിറ്ററി സ്റ്റാൻഡേർഡ് 8ന്റെ സർട്ടിഫിക്കേഷൻ ഉണ്ട്, IP68ന്റെ റേറ്റിംഗ് ഉണ്ട്, ആൻഡ് 5 അറ്റ്മോസ്ഫിയർ വാട്ടർ റെസിസ്റ്റൻസും ഉണ്ട്. വെള്ളത്തിനകത്ത് നീന്താൻ പോലും ഉപയോഗിക്കാം. ആൻഡ് ഇത്തവണ UI ഭയങ്കര സ്മൂത്താണ്. ഇതിന്റെ പ്രധാന കാരണം ചിപ്സെറ്റ് മാറ്റിയിട്ടുണ്ട്. 3 നാനോമീറ്റർ ചിപ്പ് ഇപ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്ന 5 കോറുള്ള, അതിലൊരു വലിയ കോറും 4 എഫിഷ്യൻസി കോറുമാണ് ഉള്ളത്. സോ മൊത്തത്തോടു കൂടി നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫാസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. പ്ലസ് ഔട്ട്ഡോറിൽ ഇത് ഉപയോഗിക്കുന്ന സമയത്തുണ്ടല്ലോ ഡയറക്റ്റ് സൺലൈറ്റിൽ കാണിക്കുന്ന സമയത്ത് പോലും നല്ല ബ്രൈറ്റ് ആണ്, നല്ല രസമാണ്. ആൻഡ് ഇത് ഓടുന്ന UI എന്ന് പറയുന്നത് One UI 8.4 വാച്ച് ആണ്. ഇതിൽ കുറച്ചധികം വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആ ഒരു ടൈൽസിന്റെ ഒക്കെ ഷേപ്പ് മാറ്റിയിട്ടുണ്ട്. ഈവൻ ഒരു സ്ക്രീനിൽ തന്നെ താഴെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. മൾട്ടിപ്പിൾ ടൈൽസ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ഒരുപാട് ഇൻഫർമേഷൻ ഒരൊറ്റ സ്ക്രീനിൽ കാണിക്കുന്ന രീതിക്ക് കൊണ്ടുവരാം. ഇനി ലാസ്റ്റ് ഒരു വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സാംസങ് ഗാലക്സി വാച്ച് 7 ആണ്. ആൻഡ് പ്രൈമർലി ഞാനത് സ്ലീപ്പ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. കാരണം എനിക്ക് ഇഷ്ടമാണ് ഈ ഒരു സാംസങ് ഹെൽത്തിനകത്തുള്ള ഒരു സ്ലീപ്പ് ട്രാക്കിങ്ങിൻ്റെ UI വിശദമായിട്ട് കൃത്യമായിട്ട് എല്ലാം കാണിച്ചു തരും. ആൻഡ് ഇതിലും യാതൊരു വ്യത്യാസവും എല്ലാ ഡാറ്റയും ഉണ്ട്. നമ്മൾ എത്ര നേരം ഉറങ്ങി, എത്ര നേരം ഇടയ്ക്ക് എണീറ്റു, ഡീപ്പ് സ്ലീപ്പ്, ലൈറ്റ് സ്ലീപ്പ്, സ്ലീപ്പിൻ്റെ സമയത്തുള്ള റെസ്പിറേഷനിലെ വ്യത്യാസങ്ങൾ, ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി, ഈവൻ നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് കൂർക്കം വലിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ കൂർക്കം റെക്കോർഡ് ചെയ്ത് വെക്കും എന്നുള്ള പരിപാടിയുണ്ട്. കൂടാതെ വാച്ച് 8ലും നിങ്ങൾക്ക് ആ ഒരു സ്ലീപ്പ് കോച്ചിങ് കിട്ടുന്നുണ്ട്. ഉറങ്ങാൻ പാടുപെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ലീപ്പ് കോച്ചിങ് എടുത്താൽ നിങ്ങൾ ഏത് സ്ലീപ്പ് ആനിമലാണ്, എപ്പോൾ കിടക്കണം, എപ്പോൾ എണീക്കണം, എന്താണ് എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ, ഇതൊക്കെ കാണിച്ചു തന്ന എനർജി സ്കോർ, സ്ലീപ്പിൻ്റെ സ്കോർ, സ്ലീപ്പ് ലേറ്റൻസി എന്നിങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. ലാസ്റ്റ് ഇയറിൻ്റെ ആ ഒരു സ്ട്രാപ്പ് ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് വന്ന സമയത്ത് ഫസ്റ്റ് ഡേ ചെറിയൊരു ഇതുണ്ടായി, ഇത് എന്തോ ഒരു സാധനം ഇങ്ങനെ കയ്യിൽ കെട്ടിയിട്ടുള്ള പോലെ. ബട്ട് സെക്കൻഡ് ഡേ തൊട്ട് അത് എനിക്കൊന്നും തോന്നിയില്ല. സോ പിന്നെ അതങ്ങ് ശീലമായിക്കോളും. ആൻഡ് ഇത്തവണ ഒരു രസകരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ സാംസങ് സ്മാർട്ട് തിങ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന ഡിവൈസുകൾ റൂമിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ലീപ്പ് വെച്ചിട്ട് കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. അതായത് ഉറങ്ങുന്ന സമയത്തുള്ള എൻവിറോൺമെൻറ്റ് ഇത് മോണിറ്റർ ചെയ്യും. ലൈക്ക് നിങ്ങൾ കിടന്നുറങ്ങുമ്പോഴുള്ള തണുപ്പ് എത്രയാണ്, ഹ്യൂമിഡിറ്റി എത്രയാണ് എന്നിങ്ങനത്തെ കാര്യങ്ങൾ. കൂടാതെ ഉറങ്ങിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട ആക്ഷൻസ് ഓട്ടോമാറ്റിക്കലി ഇത് ഉറങ്ങുവാണ് എന്ന് ഡിറ്റക്ട് ചെയ്തിട്ട് ഇപ്പോൾ AC-യുടെ ടെമ്പറേച്ചർ കൂട്ടുക, കുറയ്ക്കുക, ലൈറ്റ് ഓഫ് ചെയ്യുക, ഇങ്ങനത്തെ പരിപാടി. ആൻഡ് രാവിലെ നിങ്ങൾ എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് എല്ലാം സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ സ്ലീപ്പ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വാച്ച് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വർക്കൗട്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഞാനിപ്പോൾ ചെയ്തു വെച്ചേക്കുന്നത് അറിയാം, ഈ ഒരു ക്വിക്ക് ബട്ടൺ ഉണ്ട്. ഇത് 2 പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വെയിറ്റ് ട്രെയിനിങ് വർക്കൗട്ട് മോഡ് സ്റ്റാർട്ട് ആവുന്നതാണ്. ആൻഡ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഡാറ്റയൊക്കെ ഇത്തരത്തിൽ നൈസായിട്ട് നമ്മുടെ സാംസങ് ഗാലക്സിൻ്റെ സാംസങ് ഹെൽത്ത് ആപ്പിനകത്ത് കാണിച്ചു തരും. അതേപോലെ ഡെയിലി മോർണിംഗ് എണീറ്റിട്ട് ഞാൻ ചെയ്തൊരു പരിപാടിയാണ്, നേരെ പോവുക, വെയിങ് മെഷീൻ്റെ മുകളിൽ കയറി നിൽക്കുക, വെയിറ്റ് എത്രയാണെന്ന് നോക്കുക, എന്നിട്ട് വാച്ചിലേക്ക് ആ ഒരു വെയിറ്റ് അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ 2 ബട്ടൺസ് കണ്ടോ, കൈ ഇങ്ങനെ വെച്ചിട്ട് ഈ 2 ബട്ടൺസിൽ നമ്മുടെ ഈ മിഡിലെയും ഈ ഒരു ഫിംഗറും കൂടി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിയുടെ കോമ്പോസിഷൻ മെഷർ ആവും. ബോഡി കോമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾക്കൊരു വെയിറ്റ് ഉണ്ടാവും. സോ ഇപ്പം എൻ്റെ വെയിറ്റ് 73 കിലോ ആണെങ്കിൽ ഈ 73 കിലോയിൽ എത്ര ശതമാനമാണ് എൻ്റെ മസിൽ, എത്ര ശതമാനമാണ് എൻ്റെ ഫാറ്റിൻ്റെ മസിലിൻ്റെ പെർസെൻറ്റേജ്, അതേപോലെ നിങ്ങളുടെ ശരീരത്തിൽ എന്തോരം വെള്ളമുണ്ട്, നിങ്ങളുടെ BMR അഥവാ ബെസൽ മെറ്റബോളിക് റേറ്റ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ മെഷർ
മെഷർ ചെയ്യാൻ പറ്റും. സോ നിങ്ങളൊരു ഫാറ്റ് ലോസ് ജേർണി അല്ലെങ്കിൽ മസിൽ ബിൽഡിംഗ് ജേർണി അല്ലെങ്കിൽ വർക്കൗട്ട് സീരിയസ് ആയിട്ട് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ബോഡി കോമ്പോസിഷനും ഇതിൽ മെഷർ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ 24 മണിക്കൂറും ഹാർട്ട് റേറ്റ് കണ്ടിന്യൂസ്ലി മെഷർ ചെയ്യുന്ന സംഭവം ഓണാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് 24 മണിക്കൂറും സ്ട്രെസ് മെഷർ ചെയ്യുന്ന പരിപാടിയും ഓണാക്കി വെച്ചിട്ടുണ്ട്. സ്ലീപ്പിൻ്റെ സമയത്ത് ബ്ലഡ് ഓക്സിജൻ മെഷർ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഹൈ സ്ട്രെസ് അലേർട്ട് ഉണ്ട്. ഇന്ന് രാവിലെയും കൂടെ അടിച്ചുള്ളൂ. ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം, ഇത് എപ്പോൾ ഷൂട്ട് ചെയ്തിരിക്കണം, ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരുന്നു. പെട്ടെന്ന് വാച്ചിനകത്ത് നോട്ടിഫിക്കേഷൻ വന്നു നിങ്ങൾ സ്ട്രെസ് എടുക്കുന്നുണ്ടെന്നും. സോ ഹൈ സ്ട്രെസ് ഇസ് വർക്കിംഗ്. പിന്നെ BP നോക്കാൻ പറ്റും. പക്ഷേ ഓൾറെഡി നിങ്ങളുടെ വീട്ടിലൊരു BP അപ്പാരറ്റസ് എന്തെങ്കിലും വേണം. അതുമായിട്ട് കാലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടാണ് ഇത് നോക്കാൻ പറ്റുന്നത്. പിന്നെ ECG ക്ലിനിക്കൽ ഗ്രേഡ് ECG നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ കഴിഞ്ഞ കൊല്ലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നറിയില്ല, ഒരു AGS ഇൻഡെക്സ് കൊണ്ടുവന്നിട്ടുണ്ടായി. അതായത് അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ എൻഡ് പ്രോഡക്റ്റ്. നിസ്സാരമായി പറഞ്ഞാൽ നിങ്ങൾ എത്ര പെട്ടെന്ന് വയസ്സാകുന്നു എന്ന് കാണിക്കുന്ന ഒരു സംഭവമാണ്. ആ ഒരു സംഭവം ഇതിനകത്തും ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ജസ്റ്റ് ഒരു ഇൻഡിക്കേറ്റർ മാത്രമേ ഉണ്ടായുള്ളൂ. ഇപ്പോൾ നമ്പറൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. അതേപോലെ പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് ഇൻഡെക്സ് ഉണ്ട്. അതായത് നിങ്ങളുടെ ശരീരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻസ് എന്തോരം ഉണ്ടെന്നാണ്. അത് നിങ്ങൾക്ക് വാച്ച് ഇങ്ങനെ കെട്ടിക്കൊണ്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. വാച്ച് ഊരിയിട്ട് നിങ്ങൾ തമ്പ് ബാക്ക് സൈഡിലുള്ള ഒരു സെൻസറുമേ ഇങ്ങനെ അമർത്തി പിടിച്ച് കഴിഞ്ഞാലാണ് ഈ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് ഇൻഡെക്സ് മെഷർ ചെയ്യുന്നത്. ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഒക്കെ കണ്ടുപിടിക്കാനാണ് എന്നാണ് ഈ ഒരു സംഭവം പറയുന്നത്. സോ ഇത് പുതിയൊരു അഡീഷൻ ആണ്. ആൻഡ് അതിലുപരി ഇത്തവണ കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത് റണ്ണേഴ്സിലാണ്. ഓട്ടം, അതായത് നിങ്ങൾക്കൊരു മാരത്തോൺ ഒക്കെ ഓടണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു റണ്ണിങ് കോച്ച് ഉണ്ട്. ഈ റണ്ണിങ് കോച്ച് എന്താണെന്ന് വെച്ചാൽ നമ്മൾ റണ്ണിങ് കോച്ച് മോഡിലിട്ടിട്ട് 12 മിനിറ്റിൻ്റെ ഒരു ടെസ്റ്റ് എടുക്കണം. എന്തോ പ്രിലിമിനറി എക്സാമിനേഷൻ അങ്ങനെ എന്തോ ആണ്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര കിലോമീറ്റർ ഓടാനായിട്ട് പറ്റും, ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താ, ഇതൊക്കെ മെഷർ ചെയ്യാനാണ്. ഇത് അവർ പറയുന്നത് എന്താ വെച്ചാൽ ഇത് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്കൊരു മാരത്തോൺ ഓടണമെങ്കിൽ പോലും എന്താണ് എന്ന് പ്രോപ്പർ ആയിട്ടുള്ള വോയിസ് ഗൈഡ് ആയിട്ടുള്ള ട്രെയിനിങ് പ്ലാൻ വരെ ഇത് തരും. ഇപ്പോൾ 12 മിനിറ്റ് ഓടി, ഇനി 2 മിനിറ്റ് നമ്മൾ ജസ്റ്റ് നടക്കണം. അതായത് 123 ബീറ്റ്സ് പെർ മിനിറ്റിന് താഴെ ഹാർട്ട് റേറ്റ് വരണം. അതുവരെ നടക്കണം എന്നാണ് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ 135ആയി. ഇനിയിപ്പോൾ ഈ ഓടിയത് നമുക്ക് എത്ര ബുദ്ധിമുട്ടാണ് എന്നുള്ളത് സെലക്ട് ചെയ്യണം. എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ 5 കൊടുക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ ലെവൽ 2ലാണ്. ലെവൽ 2 എന്ന് പറഞ്ഞാൽ 5Kക്ക് വേണ്ടി നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കും എന്നുള്ള പരിപാടിയാണ്. അതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ വേറെ സംഭവമാണ് വാസ്കുലാർ ലോഡ്. നിങ്ങളുടെ ഹാർട്ടിൽ എത്ര ലോഡ് കിട്ടുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കുന്ന പരിപാടി. പക്ഷേ അതിന് 3 നൈറ്റ് കണ്ടിന്യൂസ്ലി ഈ വാച്ച് കെട്ടി നിങ്ങൾ ഉറങ്ങണം. അപ്പോൾ ഞാനിപ്പോൾ 2 നൈറ്റ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് 2 നൈറ്റ് ഞാൻ കണ്ടിന്യൂസ്ലി ഉറങ്ങിയതുകൊണ്ട് ആ ഒരു ഡേറ്റ ഇപ്പോൾ ഇല്ല. മേ ബി ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ദിവസം കൂടെ കഴിയുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഡേ നൈറ്റും കൂടെ നോക്കിയിട്ട് എന്താണ് റിസൾട്ട് വരുന്നതെന്ന് ഞാൻ ഇവിടെ ഇട്ടേക്കാം. അതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല, ബട്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഇടാം. അപ്പോൾ ഹെൽത്ത് പരിപാടികളൊക്കെ കഴിഞ്ഞാൽ അടുത്ത സംഭവം AI ആണ്. നിങ്ങൾ ഫോണിൽ ജെമിനി ആപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ സെയിം അക്കൗണ്ടിൽ നിങ്ങൾക്ക് വാച്ചിലും ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വാച്ചിലും ജെമിനി ഉപയോഗിക്കാൻ പറ്റും. സോ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഗൂഗിൾ എന്ന് പറയുമ്പോൾ ജെമിനി അസിസ്റ്റൻ്റ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. ആൻഡ് യെസ്, അതിനോട് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ടാസ്കുകളൊക്കെ ചെയ്യാനായിട്ട് പറയാൻ പറ്റും. കമ്പൈൻ ചെയ്ത് ഇപ്പോൾ ഇതിൽ നിന്നും അതിലേക്ക്, അതായത് ഇപ്പോൾ ഇതിന് എത്ര ന്യൂട്രീഷൻ ഉണ്ട്, ഇത്ര ന്യൂട്രീഷൻ ഞാൻ ബേൺ ചെയ്യണമെങ്കിൽ എത്ര കിലോമീറ്റർ ഓടണം, അപ്പോൾ വർക്കൗട്ട് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ട് ആവും. ഇങ്ങനത്തെ സൂത്ര പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ LTE വെർഷൻ ആണ് എന്നുള്ളതുകൊണ്ട് ഇതിനകത്ത് eSIM ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. eSIM സെയിം നമ്പർ ആയിരിക്കും ഫോണുമായിട്ടുള്ള. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോൺ ഇല്ലാതെ തന്നെ ഈ ഒരു ജെമിനി യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇതിനകത്ത് ഇൻ്റർനെറ്റ് ഉണ്ടല്ലോ. ഞാൻ eSIM ഇതിന് മുന്നേ വാച്ച് 7 ജിയോടെയാണ് ഉപയോഗിച്ചിരുന്നത്. ഇതിലേക്ക് മാറ്റിയിട്ടുള്ള മാറ്റണം. ആൻഡ് eSIM 4G ആണ് കിട്ടുന്നത്. അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എയർടെലിൻ്റെ കാര്യം എനിക്ക് അറിയില്ല കേട്ടോ. എന്തായാലും LTE വെർഷൻ ആണെങ്കിലും ഇതിനകത്ത് വൈഫൈ ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, നമുക്ക് വാച്ച് വെച്ച് ടാപ്പ് ആൻഡ് പേ ചെയ്യാൻ പറ്റുന്ന NFC ഉണ്ട്. ഇനി ചാർജർ മാഗ്നറ്റിക് ചാർജറാണ്. കഴിഞ്ഞ പോലെ നമ്മൾ കണ്ട പോലെ, ബട്ട് ഇത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫുൾ ചാർജ് ആവാൻ ഏകദേശം ഒരു മണിക്കൂറാണ് എടുത്തത്. പുതിയ ആ ഒരു ചാർജിങ് ആനിമേഷനെ കാണിക്കുന്നുണ്ട്. ഫോണിൽ മറ്റേ One UI 8 കാണിക്കുന്ന പോലെ. സോ ഞാൻ പറഞ്ഞ പോലെ കണ്ടിന്യൂസ്ലി ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യുന്നുണ്ട്, സ്ട്രെസ് മോണിറ്റർ ചെയ്യുന്നുണ്ട്, സ്ലീപ്പ് മോണിറ്റർ ചെയ്യുന്നുണ്ട്, സ്നോറിംഗ് ഡിറ്റക്ഷൻ ഓണാണ്, വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, ബോഡി കോമ്പോസിഷൻ നോക്കുന്നുണ്ട്. ആൻഡ് എൻ്റെ കയ്യിൽ ഓൾമോസ്റ്റ് 24 മണിക്കൂറും വാച്ച് എൻ്റെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഏകദേശം 1 to 1.5 ദിവസത്തെ ബാറ്ററി ബാക്കപ്പാണ് ഇപ്പോൾ കിട്ടുന്നത്, വിച്ച് ഈസ് വെരി ഡീസൻറ്റ്. കാരണം ഇതൊക്കെ ഞാൻ ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ 2 ദിവസം വരെ കൊണ്ടുപോകാൻ പറ്റും. സോ ബാറ്ററി ബാക്കപ്പ് നല്ലതാണ്. അതേപോലെ പുതിയ ചില വാച്ച് ഫേസുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതുമായിട്ട് മാച്ച് ആവുന്ന ഒരു ക്ലാസിക് സ്റ്റൈലിലുള്ള ചെറിയ റിഫ്ലക്ഷൻ പോലെയൊക്കെ തോന്നിക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ ലൈറ്റ് കുറവുള്ള സമയം, ഇപ്പോൾ രാത്രിയൊക്കെ ആണെങ്കിൽ വാച്ച് 7 നമ്മളിങ്ങനെ നോക്കുമ്പോൾ എന്താണോ ആ ഒരു വാച്ച് സ്ക്രീൻ അങ്ങനെ തന്നെ ലൈറ്റ് അപ്പ് ആവും. പക്ഷേ ഇതിൽ അങ്ങനെയല്ല. നൈറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഔട്ട്ലൈൻ മാത്രം ഒരു പച്ച കളറിലെ പോലെ പണ്ട് നമുക്ക് ഈ ഒട്ടിച്ച് കഴിഞ്ഞാൽ രാത്രി തിളങ്ങുന്ന സ്റ്റിക്കറൊക്കെ കാണൂല്ലേ, ഏകദേശം അതേപോലത്തെ ഒരു ഡിസ്പ്ലേ ഉണ്ട്. അത് രസമാണ്. വാച്ച് 8 ക്ലാസിക്കിൽ നിങ്ങൾക്ക് 64 GB സ്റ്റോറേജ് വരുന്നുണ്ട്. ഡ്യുവൽ GPS ഉണ്ട്. മുകളിൽ കടുത്തിരിക്കുന്ന ഒരു ഗ്ലാസ്, ഇത് സഫയർ ക്രിസ്റ്റൽ ഗ്ലാസ് ആണ്. സോ സ്ക്രാച്ച് ഒന്നും വരില്ല. ആൻഡ് ഇത് എനിക്ക് പറയാം, കാരണം വാച്ച് 7ൻ്റെ കണ്ടീഷൻ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, യാതൊരു സ്ക്രാച്ചും ഇല്ല.
ഒരു വർഷമായിട്ട് ഞാൻ റഫ് യൂസ് ചെയ്തിട്ട് പോലും. സോ സെയിം അതിനേക്കാളും നല്ലൊരു പ്രൊട്ടക്ഷനാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഫോണിലെ പോലെ നൗ ബാർ ഫീച്ചറും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ലൈവായിട്ടുള്ള ആക്ടിവിറ്റീസ് അവിടെ കാണാം. ഇത് 2 വേരിയന്റിൽ വരുന്നുണ്ട്. ഒരെണ്ണം LTE ഉള്ള വേരിയന്റും പിന്നെ ഒരെണ്ണം LTE ഇല്ലാത്ത വേരിയന്റും. LTE ഉള്ള വേരിയന്റിന്റെ പ്രൈസ് 50,999 ആണ്. LTE ഇല്ലാത്തതിന്റെ പ്രൈസ് 46,999 ആണ്. പക്ഷേ പ്രീ ബുക്ക് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു 12,000 രൂപ എന്തോ ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. ഈ കാണുന്ന പോലെ അത് ഞാൻ ഈ ഒരു വാച്ചിന്റെ ആപ്പിനകത്ത് പോകുമ്പോൾ അതിന്റെ മുകളിൽ ഇത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ ഇംപ്രഷൻ വൈസും എനിക്ക് സാധനം ഇഷ്ടപ്പെട്ടു. ബട്ട് ലോങ് ടേം ഉപയോഗിച്ചിട്ട് പിന്നുള്ള അഭിപ്രായം പറയാം. ഞാൻ വാച്ച് 7ന്റെ ലോങ് ടേം റിവ്യൂ ഇട്ടിട്ടുണ്ട്, അത് വേണമെങ്കിൽ കാണാം. ആൻഡ് സാംസങ് ഗാലക്സി വാച്ച് ഏതൊരു ആൻഡ്രോയിഡ് 12 ആൻഡ് എബോവിൽ റൺ ചെയ്യുന്ന 1.5 GB മുകളിൽ മെമ്മറി ഉള്ള ഫോണുകളുമായിട്ട് പെയർ ചെയ്യാൻ പറ്റും. അൺഫോർച്ചുനേറ്റ്ലി ഐഫോൺ ആയിട്ട് പെയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ഒരു വാച്ചിനെ പറ്റി കൂടുതൽ അറിയാനും പർച്ചേസ് ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.